ഹലോ നമസ്തേ, ഞാൻ അമയ നായർ. ഇന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ടോപ്പിക് ആക്ച്വലി ഇങ്ങോട്ട് വണ്ടി കയറി വന്നതാണ്. അറിയാമായിരിക്കുമല്ലോ, നമ്മളിപ്പം എയറിലാണ്. എന്തുകൊണ്ടാണ്? ഒരു ആക്സിഡൻറ്റ് കേസിന് പറ്റിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടൊരു അഭിപ്രായം തുറന്ന് സംസാരിച്ചപ്പോൾ ആൾക്കാരിപ്പോൾ അതിനെ ഇഷ്ടമുള്ള രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യം അവിടെ തന്നെ ഉണ്ട്, നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വീഡിയോ നമ്മൾ പറഞ്ഞത് ശരിയുണ്ടെന്ന് നമ്മുടെ പൂർണ്ണ ബോധം കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ മാപ്പ് പറയണം എന്നൊക്കെ പലരും എങ്കിൽ തെറിയൊക്കെ അയക്കുന്നുണ്ട്. മാപ്പ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്തോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതിനകത്ത് ശരിയുണ്ട് 100%. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിരുന്ന ചുമ്മാ വിളിച്ച് പറയുന്നത് പോലെ അല്ല. നിയമത്തിൻ്റെ അണ്ടറിലൂടെ പോകുമ്പോൾ വഴി വേറെയാ, വകുപ്പുകൾ പലതും മാറും. അപ്പം ഞാൻ അതുപോലെ ഒരു വിവരമില്ലായ്മയ്ക്ക് മറുപടി തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ കണ്ടു കുറേ വീഡിയോസിൻ്റെ അടിയിലും ഇങ്ങനൊരു കമൻസ് ഞാൻ കണ്ടു, ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷേ 1-2 മെസ്സേജസ് എനിക്ക് വന്നു. അതിൽ ഒരു മെസ്സേജ് ഞാൻ ഇതിൽ പിൻ ചെയ്യും. കാരണം ഇന്നലെ മെനങ്ങാന്നുമാണ്, 2 ദിവസമായി. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നുകൊണ്ട് റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അതായത് നീയൊക്കെ കൂടെ ഇടിക്കാൻ പറഞ്ഞു വിട്ടവൻ ഇടിച്ച വണ്ടിയിൽ ഇടിച്ച ആള് മരിച്ചു, എന്നിട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരിക്കുന്നു. എന്താ അത്, എന്തിനാ അങ്ങനെ ഒരു കേസെടുത്തിരിക്കുന്നത് എന്നൊക്കെ. എൻ്റെ പൊന്നു സുഹൃത്തെ, പറയാനുള്ളത് നമ്മുടെ കേരളം തന്നെയാണോ ഇപ്പോഴും സാക്ഷരതയിൽ മുന്നിലെന്ന് എനിക്കൊരു സംശയം ഉണ്ടാകണോ? കാരണം തീരെ വിവരമില്ല ആൾക്കാർക്ക്. ഒരു നോർമലായിട്ടുള്ള ബേസിക് കാര്യങ്ങളെ പറ്റിയിട്ട് പോലും ഒരു അറിവില്ലാതെയാണ് ആൾക്കാരുടെ സംസാരവും പ്രവൃത്തി. ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആക്സിഡൻറ്റിൻ്റെ മീനിങ്? എന്താണ്? അൺഎക്സ്പെക്റ്റഡായി സംഭവിച്ച ഒരു കാര്യം, അതാണ് ആക്സിഡൻറ്റ്. അതാണ് ആക്സിഡൻറ്റിൻ്റെ മീനിങ്. അപ്പം അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കുന്ന ഒരു കാര്യത്തിന് അതിൻ്റെ ഒരു വിധിന്യായം വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ മുൻകൂട്ടി കണ്ട് പരിചയമുണ്ട്, അല്ലെങ്കിൽ മുന്നേ നമ്മളൊരു ഫംഗ്ഷൻ്റെ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാണ്ട് വാക്ക് തർക്കമായി കയ്യേറ്റമായി, അപ്പം ഞാൻ നോട്ട് ചെയ്ത് വെക്കണം, ഇതിനൊരു പണി കൊടുക്കണം. ആ പണി എൻ്റെ ബ്രെയിനിലിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പ്ലാൻഡ് ആയിട്ട് വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മർഡറായിട്ടോ അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ വകുപ്പ് വേറെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ വണ്ടി തട്ടിപ്പോയി, അയാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടു, അത് മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല. ഇൻറ്റൻഷനോടുകൂടി ചെയ്യുമ്പോൾ അത് മനഃപൂർവ്വം ചെയ്യുന്നു. ഇൻറ്റൻഷനലി അല്ലാതെ അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കുന്നതിനെയാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അവിടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാൻ കഴിയുള്ളൂ. അതാണ് നിയമത്തിൻ്റെ വകുപ്പ്. ഞാൻ നിങ്ങളോടൊക്കെ എന്തു മറുപടി തരാനാണ്? ബേസിക് നോളജ് ഇല്ല, ബേസിക് കോമൺ സെൻസ് ഇല്ല ആൾക്കാർക്ക്. ഇങ്ങനെയുള്ളവരോട് എന്ത് പറയാനാ? നന്ദി, നമസ്കാരം.